ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിൽ 1.5 ലിറ്റർ പാലും അതുപോലെ തന്നെ ഒരു 125 ml വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്യാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഇനി കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ നെയ്യൊന്നും ഒരുപാട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. നമുക്ക് ബോയിൽ ആവുമൊന്നും വേണ്ട, ചെറിയൊരു ചൂട് വന്നാൽ മാത്രം മതി. ഇപ്പോൾ പാലിന് ചെറിയൊരു ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി കുക്കറിൻ്റെ അടപ്പടയ്ക്കുകയാണ്. അതിന് ശേഷം ഒരു 40 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ വിസിൽ വരാനുള്ള ചാൻസ് തീരെ കുറവാണ്. ഇൻ കേസ് ഒരു വിസിൽ വന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി കുക്കറിൽ നിന്ന് തന്നെ എയർ പോയതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ആക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് അട കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിൽ ഒരു 6 കപ്പോളം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് അട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെറിയ ടൈപ്പ് അടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു 100 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ അട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അട വെന്തോ എന്നറിയാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് എടുത്തിട്ട് ഞെക്കി നോക്കിയാൽ മതിയാവും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അട നല്ലോണം വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലെ വെള്ളം മുഴുവൻ നല്ലോണം ഊറ്റിയതിന് ശേഷം ഒന്ന് പച്ചവെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പശ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഞാനിത് ഒന്ന് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ കുക്കറിൽ നിന്ന് എയറൊക്കെ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ പാലിനൊരു ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി ഈ പാല് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ പാട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അതിന് ശേഷം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പാലിലെ പാട മേളിൽ കട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു ടെക്സ്ചറും ഇതെല്ലാം മാറിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. വീണ്ടും നമ്മളൊരു 15 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഈ ഒരു മിക്സിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് ക്ഷമയോടെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് ഒരു പിഞ്ചോളം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്